കത്തിക്കുമ്പോഴൊക്കെ രണ്ടുപേരും കൂടെ ആദ്യം നല്ല പ്രാർത്ഥിച്ചോണ്ട് റൂമിലോട്ട് കയറാവുള്ളൂ. എന്നിട്ട് തീ കത്തിക്കുമ്പോഴൊക്കെ നല്ല വൃത്തിയുള്ള പാത്രത്തിൽ ചെയ്യാൻ ആക്കണം. പാലെടുത്ത് വെക്കണം ആദ്യം. എന്നിട്ട് രണ്ടുപേരും കൂടെ കൂടി തീയൊക്കെ കത്തിച്ച് സന്തോഷമായിട്ട് പാലൊക്കെ കാച്ചി കുടിക്കുക. രണ്ടുപേരുടെ അറ്റാച്ചിനും അമ്മയും എല്ലാരും കൂടെ അടുത്തുണ്ടെന്നൊക്കെ ഓർത്തൊന്ന് ചെയ്താൽ മതി കേട്ടോ. നമ്മുടെയൊക്കെ പ്രാർത്ഥന ഉണ്ടാവും. പോകുന്നതിന് പാല് കാച്ചുന്നതിന് മുമ്പ് ഒന്ന് വിളിച്ചാൽ മതി, ഇത്ര സമയത്താ കാച്ചുന്നതെന്നൊക്കെ പറഞ്ഞ കേട്ടോ. രണ്ടുപേരും അമ്മയും അറ്റാച്ചിനും ഉണ്ട് കൂടെ കേട്ടോ. ഞങ്ങൾ പ്രാർത്ഥന ഇട്ടതുണ്ടാവും മക്കളെ. നല്ല ഡ്രസ്സൊക്കെ ഇട്ട് നല്ല സന്തോഷമായിട്ട് ഇരിക്കണം കേട്ടോ. ശരി, ഓക്കെ. ഹലോ, അപ്പോൾ ഇന്നാണ് നമ്മൾ പുതിയ വീട്ടിലോട്ട് മാറുന്നത്. അപ്പോൾ രാവിലെ തന്നെ കണ്ണൂരമ്മ വിളിച്ച് നമുക്ക് കുറേ കാര്യങ്ങൾ പറഞ്ഞു തന്നായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ പുതിയ വീട്ടിലോട്ട് മാറുമല്ലേ, രാവിലെ നമ്മൾ പള്ളിയിലും അമ്പലത്തിലും ഒക്കെ ഒന്ന് പോയി. പള്ളി കുറച്ച് ദൂരമാണ്, മീനാക്ഷിമാരുടെ അവിടെ വരെ പോകണം. അപ്പോൾ നമുക്ക് അവിടെ ഒരു ചാപ്പലുണ്ടായിരുന്നു, അവിടെ പോയി നല്ലോണം പ്രാർത്ഥിച്ച്, പിന്നെ ഇവിടെ തന്നെ ഒരു അമ്പലം ഉണ്ടായിരുന്നു, അവിടെയും പോയി നന്നായിട്ട് പ്രാർത്ഥിച്ച് തിരിച്ച് വന്ന് ഭക്ഷണമൊക്കെ കഴിച്ചു. എന്നിട്ട് നമ്മൾ അത്യാവശ്യം വേണ്ട സമയം നമുക്ക് എങ്ങനെയാണെന്ന് അറിയത്തില്ല, പേരൻസ് പറഞ്ഞു തന്നു. എന്നിട്ട് നമ്മൾ ഗ്യാസും അത്യാവശ്യം വേണ്ട സാധനങ്ങൾ ഇവിടുന്ന് മാറാൻ പോകുമ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ ഇവിടുന്ന് എടുക്കുന്ന നമ്മളെ ദൈവത്തിൻ്റെ എല്ലാം ഫോട്ടോ ആണ്. ചേച്ചിയുടെ കണക്ക് ഇതെങ്ങനെ ഇന്നോട് ഇടുന്ന കുഴപ്പമുണ്ടോ? അങ്ങനെ എടുക്കേ നിർദ്ദേശം. ഇതിങ്ങനെ കുഴപ്പമില്ലല്ലോ. എൻ്റെ ചിലങ്കയുണ്ട്, കുറേ വർഷമായിട്ട് കൂടെ ഉള്ള സംഭവമാണ്. അപ്പോൾ അതും കൂടെ ഞാനെടുത്ത് വയ്ക്കുന്നുണ്ട്. അപ്പം നമുക്ക് പുതിയ കലമൊക്കെ വേണമായിരുന്നു, അപ്പോൾ അതൊക്കെ വാങ്ങിക്കാൻ വേണ്ടി വന്നതാണ്. നമ്മുടെ വീടിന് തൊട്ടടുത്തുള്ള കടയിൽ പിന്നെ മുറമൊക്കെ വേണമായിരുന്നല്ലോ, അപ്പോൾ അതെല്ലാം വാങ്ങി. അപ്പം ആ കടയിലത്തെ CCTV വർക്ക് ആവുന്നുണ്ടായിരുന്നു, പിന്നെ ചേട്ടായി ശരിയാക്കി കൊടുത്തു. അങ്ങനെ നമ്മൾ നമ്മുടെ വീട്ടിലെത്തി. അപ്പം നമ്മൾ വന്നിട്ട് ഫസ്റ്റ് തുടച്ചിട്ടിട്ട് വേണം നമുക്കെല്ലാം ഒന്ന് കയറാൻ വേണ്ടിയിട്ട്. പാരതി തുടച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മൾ റൂമിലെത്തി. ഇതാ ബെഡ്റൂം. പൊടിയൊന്നുമില്ല, എന്നാലും ഫസ്റ്റ് തന്നെ നമ്മൾ തുടയ്ക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ തുടയ്ക്കുന്നതാണ്. നമ്മളത് ഈ ബിൽഡിങ് വെച്ചിട്ട് ഫസ്റ്റ് നമ്മളാണ് വരുന്നത്. നമ്മളെ തുടച്ച് ഉള്ളിൽ കയറും. ഇതൊക്കെ കുറിച്ച് ഈശാൻ്റെ അപ്പോൾ നമ്മുടെ എല്ലാ ദൈവങ്ങളുടെയും ഫോട്ടോ വെച്ചു. ഇനി ബൈബിള് താറാഴ്ച വിളക്ക്. ഇത് വിളക്കടി, ഇത് ബൈബിള്. അങ്ങനെയെല്ലാം നമ്മൾ സെറ്റ്. ഇതിൻ്റെ ചിലങ്ക ഏറ്റവും നല്ലത് നമുക്കൊരു പൂജാറൂം പോലെ കിട്ടി. ചെറിയൊരു അതിൻ്റെ ചിലങ്ക എല്ലാം വെച്ചു. ഓക്കെ അല്ലേടി? നമുക്ക് ഗ്യാസിൻ്റെ സെറ്റ് ചെയ്താലോ? വാ, എന്തെല്ലാം എടുക്കുന്നത്? ഇതാണ് നമ്മുടെ ഒരു ഔട്ട്ലുക്ക്. നമ്മൾ അകത്തോട്ട് കയറും. ഫാന്, പിന്നെ പൂജാ റൂം കണ്ടില്ലേ ഇത്. പിന്നെ നമുക്ക് TV ഒക്കെ ഉണ്ടെങ്കിൽ വെക്കാം, എന്തായാലും അതൊന്നും ഇപ്പം ഇല്ലല്ലോ. പിന്നെ ഇതൊരു ബെഡ്റൂമാണ്. അവിടെ നല്ല കബോർഡൊക്കെ ഉണ്ട്. പിന്നെ കബോർഡ് ഉണ്ട്, കീ ഉണ്ട്, ഒക്കെ ഉണ്ട്. പിന്നെ
ഡ്രസ്സിങ് റൂം നമുക്ക് കണ്ണാടി വയ്ക്കാണ്ട്. പിന്നെ ഇതാണ് ടോയ്ലറ്റ് വരുന്നത്. നല്ല ഒറ്റയ്ക്കുള്ള നല്ല ക്ലീനാണ്. ഫസ്റ്റ് നമ്മളാണ് ഇവിടെ വരുന്നത് ഈ വീട് പറഞ്ഞതിന് ശേഷം. അതുകൊണ്ട് തന്നെ അവർക്ക് എന്താ അത്യാവശ്യം പൂജയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് കയറുന്നതിനോടാണ് താല്പര്യം. അപ്പം അതാ ഇത് വേറൊരു റൂം. ഞാൻ പിന്നെ വീടിന് നല്ല വീടെടുത്ത് തരാം. അതാ ഇതാണ് ഒരു കാണുന്ന ഓറഞ്ച് ബിൽഡിംഗ്. അതായിരുന്നു നമ്മുടെ സ്കൂള്. കറക്റ്റായിട്ട് കിട്ടത്തില്ല. ഓറഞ്ച് ബിൽഡിംഗ് നമ്മുടെ സ്കൂള് നന്നായിട്ട് കാണുന്നില്ലേ. പിന്നെ അപ്പം നമ്മൾ ഇനിയിപ്പോൾ വീട്ടിൽ പോയിട്ട് ഡ്രസ്സൊക്കെ മാറി വരണം. അപ്പം ഗ്യാസിൻ്റെ ഇത് ഫിറ്റ് ചെയ്യുവാണ്. കിച്ചൺ കണ്ടില്ലേ, കബോർഡൊക്കെ ഉണ്ട്. അപ്പം നമുക്കൊന്നും നേരത്തെ ഉണ്ടായിരുന്നില്ല. ബൈ. നമുക്കൊരു കുക്കറെ ആവശ്യമുണ്ട്. നമുക്കൊരു കുക്കറെ ആവശ്യമുണ്ട്. വരുന്നോ? അങ്ങനെ ചേച്ചി വീഡിയോ കോളിൽ നോക്കാം. ഞങ്ങള് രാവിലെ തന്നെ ഞാൻ അമ്പലത്തിൽ പോയി, പള്ളിയിൽ പോയി ഞങ്ങൾ രണ്ടും. പക്ഷെ അന്നേരമൊക്കെ ഞങ്ങൾ സാധാരണ ഡ്രസ്സ് ചുരിദാറിട്ട്, മോള് കഴിച്ചു തന്ന ചുരിദാറിട്ടാണ് പോയത്. അത് കഴിഞ്ഞ് വന്നു കഴിഞ്ഞു. ഇത് എനിക്ക് ഓണത്തിന് വാങ്ങിച്ചതാണ്. പക്ഷെ ഓണത്തിന് ടൈഫോയിഡ് വന്നുകൊണ്ട് ഇടാൻ പറ്റിയില്ല. പിന്നെ ഇന്ന് ഇടാമെന്ന് വെച്ചു. അപ്പൊ ഇതാണ് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാര്. ഇത് ഞങ്ങളുടെ കണ്ണാപ്പി. കണ്ണ ഹലോ വെച്ചോണ്ട. അമ്മേനെ കഴിച്ചോണ്ട കാണിച്ചേടി. അമ്മേനൊക്കെ അമ്മ എന്നെ ഒന്ന് കെട്ടിയതല്ലേ, ഇന്നെന്തിനാ നാണിക്കുന്നേ? എടി ആദ്യം കാണിച്ചേ. ആ കിട്ടി. ഇതാണ് ഞങ്ങളുടെ അച്ഛൻ. അച്ഛൻ്റെ വീട് കാണിച്ചു തരാം. ഇത്
ഹസ്ബൻഡ് അയ്യോ ഞാൻ അച്ചാച്ച എവിടെ പോയി? ഞാൻ അച്ചാച്ചനെ വീട് കാണിച്ചു എന്റെ ബാക്കി വന്നു അപ്പൊ നമ്മള് പാലൊക്കെ കുടിച്ച് നമുക്ക് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണമെന്നൊന്നും ഒരു പിടുത്തമില്ല. ആദ്യം നമ്മൾ റൂം വരെയപ്പോൾ നമ്മളിവിടെ ചേച്ചിയൊക്കെ ഉണ്ടാകും. ലൈറ്റിന്റെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മുടെ വീട്ടിലുള്ള എല്ലാവരെയും വീഡിയോ കോൾ ചെയ്ത് കാണിച്ച വീടൊക്കെ. അപ്പം ഇനി നമ്മൾ ഇവിടുന്ന് നമ്മുടെ പഴയ വീട്ടിലോട്ട് കുറച്ച് സാധനങ്ങളൊക്കെ ബാക്കി സാധനങ്ങൾ എടുക്കാൻ വേണ്ടി കുറച്ച് മാത്രമല്ലേ കൊണ്ടുവന്നുള്ളൂ. അപ്പം ഇനി വൈകുന്നേരം ബാക്കിയെല്ലാം അറേഞ്ച് ചെയ്തും വീഡിയോ കേട്ടോ. എന്നിട്ട് നമ്മൾ ഉച്ചയ്ക്ക് പോയി ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് നമ്മുടെ പഴയ വീട്ടിലോട്ട് പോയി നമ്മൾ സാധനമൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ കുറേ നമ്മൾ നമ്മുടെ വണ്ടിക്ക് തന്നെ വീട്ടിലോട്ട് അടുപ്പിച്ചു. അപ്പോൾ കുറേ സന്ധ്യ ആയിട്ട് എല്ലാം കൂടെ കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോഴത്തേനും അങ്ങനെ ലോഡിങ്ങാരും കൂടെ വന്നിട്ടുണ്ടാണ്. പിന്നെ അവർ കൊണ്ടുവന്ന് വെച്ചാലമാരി ഞാൻ തന്നെ വന്നിട്ടുള്ള അപ്പുറത്തെ റൂമിലൊക്കെ കൊണ്ടുവച്ച് കുറേയൊക്കെ സെറ്റ് ചെയ്തു. പിന്നെ ഇനി എന്ത് സാധനം എടുക്കാൻ. ഇപ്പോൾ 11 മണിയായിട്ടേ ഉള്ളൂ. ഇപ്പോഴും നമ്മൾ സാധനം എടുത്ത് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ നമ്മളിപ്പോൾ ഭക്ഷണം കഴിക്കാൻ പോയിട്ട് അത്യാവശ്യം കുറച്ച് സാധനങ്ങളും കൂടെ എടുത്തുകൊണ്ട് തിരിച്ചു പോവുകയാണ്. ഇനി നാളെയും കൂടെ പോകാൻ വേണ്ടിയിട്ടുള്ള സ്ഥലമുള്ളത്. പക്ഷേ നമുക്ക് ഇത്രയും നാൾ അറിയത്തില്ലായിരുന്നു അത്രയും സാധനം നമുക്ക് ഉണ്ടായിരുന്നെന്നുള്ളത്. അപ്പോൾ ഓക്കെ ബൈ. അടുക്കളയിൽ ഒരുക്കി വെച്ച് എന്നിട്ട് അപ്പുറത്തെ ഇത് കാടൊക്കെ കയറിയിട്ടുണ്ട്. നല്ല പുതിയ കാടാണ്. അപ്പോൾ ഈ റൂം കാണിച്ചു തരാം. റൂമിൽ ചേച്ചീൻ്റെ റൂമെല്ലാം അലമാരിയെല്ലാം വെച്ചു. അലമാരിയൊക്കെ റെഡിയാക്കി ഷൂ എല്ലാം എല്ലാം വെച്ച് സ്റ്റാറും തൂക്കി. അടുത്ത മാസം സ്റ്റാർ തൂക്കണ്ടേ. ഹോം തിയേറ്ററെല്ലാം വെച്ച് ആദ്യയുടെ ഭയങ്കര പണിയിലാണ്. വിരിച്ചു പോകൊണ്ടിരിക്കുന്നു. എന്താ ആദ്യം വിരിച്ചു കഴിഞ്ഞാൽ ഓക്കെ ഓക്കെ നോ പ്രോബ്ലം. നമ്മളെല്ലാം കഴിഞ്ഞിട്ട് മടുത്തില്ലെന്ന് ഭയങ്കരമായിട്ട് മടുത്ത. എല്ലാവർക്കും ഗുഡ് നൈറ്റ്.